പ്രിയ സഹോദരങ്ങളെ, ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുൻപിൽ വരാൻ കാരണം, സഹോദരങ്ങളെ, ഈ ലോകത്തിൽ, അതായത് ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ, സാധാരണക്കാരനെ ഇനിയും വിഡ്ഢിയാക്കാനായിട്ട് ഈ രാഷ്ട്രീയക്കാരും മതങ്ങളും മതനേതാക്കന്മാരും ഇപ്പോഴും കഠിനമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അവർ ഒരു വിധത്തിൽ സക്സസ്ഫുൾ ആകുകയും ചെയ്യുന്നു. എന്നാൽ ഈ രണ്ട് കൂട്ടരെ കുറിച്ച് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. രാഷ്ട്രീയക്കാരെന്ന് പറഞ്ഞാൽ പൊതുജനങ്ങളെ ജാതിയോ മതമോ നോക്കാതെ സഹോദരന്മാരെ പോലെ സ്നേഹിച്ച് അവരെ ഭരിച്ച് അവർക്ക് നന്മ ചെയ്യാനായിട്ടാണ് അവരിരിക്കുന്നത്. അവരെ ബുദ്ധിശാലികളാണെന്നുള്ളത് ചിന്തിച്ചോണം. രണ്ടാമത് മതങ്ങളുടെ എല്ലാം തലപ്പത്ത് കയറിയിരിക്കുന്നവർ സ്വാർത്ഥരും. അവർ വിശ്വാസികളെ നന്മയിലേക്ക് നയിക്കാനെന്നുള്ള ചിന്താഗതിയിൽ പുറത്ത് ഓരോന്നും പറഞ്ഞ് വിശ്വാസികളെ വിദ്യയാക്കി സുഖജീവിതം നയിക്കുന്നു. ഇവരും ഭയങ്കര ബുദ്ധിശാലികളാണ്. അവർ ഓരോ സമയത്തും ഓരോ വിധത്തിലുള്ള കാര്യങ്ങൾ ചെയ്ത് മനുഷ്യരെ വിദ്യയാക്കുന്നു. ഇപ്പോൾ ഞാൻ പറയാൻ കാരണം, എല്ലാ മതങ്ങളും എല്ലാ രാഷ്ട്രീയ പാർട്ടികൾ മറ്റേത് കൊടുത്തോണ്ട് നടന്ന് വീടുകളിൽ ഇരുന്നവർ ഇന്ന് മണിക്കൂർ മാറുമ്പോൾ ഡ്രസ്സ് മാറുന്നു, എയർ കണ്ടീഷൻ കാർ നടക്കുന്നു. അവർക്ക് കീജ പിടിക്കാൻ പോകുന്നവർ ഓടിയും ചാടിയും ഓട്ടോ പിടിച്ചും ബസ്സിലെത്തോണ്ടുകൊണ്ടും ട്രെയിൻ കയറിയും അവിടെ ചെല്ലുമ്പോൾ ഇവർ സുഖമായിട്ട് എയർ കണ്ടീഷൻ കാർ കയറി സ്റ്റേജിലിരുന്ന് എല്ലാവരെയും അഭിസംബോധന ചെയ്ത് പ്രസംഗിച്ചേച്ചു പോവും. ഈ കേട്ടവർക്ക് എന്ത് കിട്ടി? നിങ്ങൾ കാശ് പോയതല്ലാതെ വല്ലതും കിട്ടിയോ? അന്ന് വോട്ട് ചെയ്തവരും ഇന്ന് ജീവനോടുള്ളവരും ഇന്ന് വോട്ട് ചെയ്യുന്നവരും തദൈവ അവരുടെ സ്ഥിതിക്ക് ഒരു വ്യത്യാസമില്ല. ഇത് തന്നെയാണ് സഭകളിൽ മതങ്ങളിൽ നിന്ന് മത നേതാക്കന്മാർ എല്ലാം അവരുടെ കാര്യങ്ങൾ ഭദ്രമാക്കി വച്ചിരിക്കുന്നു. നാളെ ഇറങ്ങിയാലും പ്രശ്നമില്ല. ദൈവം ഉണ്ടെന്ന് ആര് പറയുന്നെന്ന് അവർ പുറമെ ചോദിക്കുന്നില്ല എങ്കിലും അവർക്കറിയാം ഈ ലോക ജീവിതത്തിൽ സുഖമായി ജീവിക്കുക, പിന്നത്തെ കാര്യം പിന്നീട്. ഈ ലോകത്ത് ജീവിക്കുമ്പോൾ എനിക്ക് എൻ്റെ വീടും വീട്ടുകാരും കുടുംബങ്ങളും അവരും നന്നായി ജീവിക്കണം, ഞാൻ നിമിത്തം. അതേ ഉള്ളൂ. എന്നെ വാഴ്ത്താനും പൂജിക്കാനും അവർ മതി. പൊതുജനങ്ങൾ വിശ്വാസികൾ എന്ത് വേണേ ചെയ്തോട്ടെ, അവരെ കൊണ്ട് നേർച്ചയിടുക എന്ത് ചെയ്തോട്ടെ, അത് എൻ്റെ പോക്കറ്റിലാണല്ലോ വീഴുന്നത്. ദൈവത്തിന് ഇതിൻ്റെ വല്ല ആവശ്യമുണ്ടോ? ഇല്ല. ദൈവം ഇത് നോക്കുന്നില്ല. പക്ഷേ ഇവർ ചിന്തിക്കുന്നില്ല, ഒരു കാലത്ത് പിടി വീഴും. ഈ ദിവ്യമല്ല എവിടെ പോയി ഒന്നും ഒരു ദൈവവും കാണാതിരിക്കുകയല്ല. അമ്പലത്തിലാണേലും പള്ളികൾ ദേവാലയങ്ങളിലാണെങ്കിലും എല്ലാം ഇവിടെ എന്ത് വിശ്വാസം കൊണ്ട് കാഴ്ചവെക്കുന്നു, നേർച്ചയിടുന്നു, ഇതെല്ലാം അതിൻ്റെ കണക്ക് അവിടെ ഉണ്ട്. അത് ശബരിമലയിലായിക്കോട്ടെ പരുവനപ്പള്ളിയിലായിക്കോട്ടെ, അവിടെ എല്ലാം അതിൻ്റെ കണക്ക് ഒരാളുടെ കയ്യിലുണ്ട്. അവിടുന്ന് ആ പണവും സ്വർണവും ഒക്കെ എവിടെ പോകുന്നു എന്നൊക്കെ അവർ കണ്ടുകൊണ്ടിരിക്കുക. രാജീവർ പറഞ്ഞെന്ന് തന്ത്രി രാജീവർ പറഞ്ഞു, മേലുദ്യോഗസ്ഥർ പറഞ്ഞ അനുസരിച്ച് കേട്ടുന്നേ ഉള്ളൂ. ശരിയാണ്, നിന്റെ ജോലി അതല്ല. നീ ശബരിമല അയ്യപ്പൻ്റെ പ്രധാന തന്ത്രിയായിട്ട് നിന്റെ കുടുംബത്തെ മുഴുവൻ അവരോധിച്ചപ്പോഴും നിനക്കറിയാൻ വയ്യായിരുന്നോ? ഈ പോറ്റി
പോറ്റിയുടെ കയ്യിലാണ് ഇതെല്ലാം കൊണ്ടുപോയതും എല്ലാം അറിയാമല്ലോ. എന്നിട്ടും പോറ്റി നിന്റെ മകൻ്റെ കല്യാണത്തിന് വന്നു. എന്തുകൊണ്ട് വിളിച്ചു, എന്തുകൊണ്ട് വന്നു? നിങ്ങൾ ആരും ഒഴിഞ്ഞു മാറാനൊക്കത്തില്ല. നീ ശബരിമല അയ്യപ്പനെ വിശ്വസിച്ച് ശബരിമല അയ്യപ്പന് പൂജ ചെയ്യാൻ അവിടെ ചെന്നതാണെങ്കിൽ, പ്രധാന കർമ്മിയായിട്ട് അവിടെ ചെന്നതാണെങ്കിൽ, അവിടെ നിന്റെ ഉത്തരവാദിത്വം, നിന്റെ തല പോയാലും സത്യത്തിന് വിപരീതമായി എന്തെങ്കിലും നടന്നാൽ അത് പുറത്ത് അറിയിക്കുക എന്നുള്ളതാണ്. അല്ലാതെ മേലിൽ നിന്ന് പറഞ്ഞു അത് ഞാൻ കേട്ടു, അത് കേൾക്കാനല്ല നീ ഇരിക്കുന്നേ. ശബരിമല അയ്യപ്പൻ്റെ കാര്യങ്ങൾ നോക്കാൻ. ശബരിമല അയ്യപ്പൻ ആരാണെന്ന് നീ വിശ്വസിക്കുന്നു? ആ ദൈവത്തെ, ദൈവം അല്ലെങ്കിൽ ആരെങ്കിലും ആയിക്കോട്ടെ, ആ അയ്യപ്പൻ്റെ സന്നിധാനത്ത് നിന്ന് സ്വർണവും മറ്റും മോട്ടിച്ചുകൊണ്ട് പോകുന്നത് കണ്ടോണ്ട് നിന്നിട്ട് മോളിൽ നിന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ, നീ എന്തോ നിന്റെ മകളുടെ അവിടെ പകുതി നിരത്തി നോക്കുന്നത്? അവിടെ കൊടിമരം നാട്ടിൽ അവിടെ പകുതി നിരത്തും ഒരു 220 പൂജാരിമാരിന്നും വിളക്കം വെച്ചുകൊണ്ട് നിങ്ങൾ എന്തോ നോക്കുന്നത്? ഇതിനെന്തുകൊണ്ട് നീ നോക്കിയില്ല? ഇതിൽ നേരത്തെ തന്നെയും സ്വർണ്ണപ്പാളി പിടിപ്പിച്ചപ്പോൾ അത് ശബരിമലയിൽ തന്നെയാണ് ചെയ്തത്. ഇതൊന്നും അറിയാതിരിക്കുന്ന വ്യക്തിയല്ലല്ലോ നീ. പിന്നെ എന്തുകൊണ്ട് ഇത് വെളിയിൽ കൊണ്ടുപോയി? എന്തുകൊണ്ട് സംഭവിച്ചു? നീ യഥാർത്ഥ ഭക്തനായിരുന്നുവെങ്കിലും, യഥാർത്ഥ പൂജാരി അയ്യപ്പൻ്റെ ആയിരുന്നെങ്കിലും നീ അത് സമ്മതിക്കത്തില്ലായിരുന്നു. അഥവാ അവർ ബലമായിട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ അത് വേണ്ടിടന്നിടത്ത് അറിയിക്കുമായിരുന്നു. ഇപ്പം പറയാം, മേളിൽ നിന്നും പറഞ്ഞുകൊണ്ടാണ്. നിന്നെയൊക്കെ ആയുസ് തന്ന് ശരിയായിട്ട് സത്യം പറയിക്കാൻ ഇന്നിവിടെ ആരുമില്ല. ഇതെല്ലാം തേഞ്ഞു പാഞ്ഞു പോവും. കോടതി ഒരിക്കൽ സുപ്രീം കോടതി ജഡ്ജി തന്നെയാണ് റിട്ടയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ പറഞ്ഞത്, മനുഷ്യനാണ്, ജീവനിൽ ഭയമുണ്ട്, ഭീഷണി. അത് ശരിയാണ്. മനുഷ്യരെല്ലാം ഭയക്കുന്ന പേടി മരണമാണ്. ഭീഷണി ഒന്ന്, അല്ലെങ്കിൽ നമുക്ക് പ്രലോഭനങ്ങൾ. ഇത് രണ്ടും ഏതെങ്കിലും ഒന്ന് അവരവിടെ ഉപയോഗിക്കും. ഇതെന്തോ സംഭവിക്കാൻ പോകുന്നു ഒരുത്തർക്കും പറയാനൊക്കത്തില്ല. ഇവരെല്ലാം രക്ഷപ്പെടും. ഇതിന് വലിയ കൊള്ള കേരളത്തിൽ നടന്നതൊക്കെ എല്ലാവരും അന്വേഷിച്ചു. CBI ഇവരെല്ലാം ഓരോ രാഷ്ട്രീയ പാർട്ടി ഭരിക്കുന്നവരുടെ കയ്യിലിരിക്കുന്നവരാണ്. അവർ പറയുന്നതിന് അവർക്കും അപ്പുറത്തൊന്നും ചെയ്യാൻ CBIക്കും ആർക്കും ഒന്നും ചെയ്യാനൊക്കത്തില്ല. നിഷ്പക്ഷമായിട്ട് നീതി നടപ്പാക്കാൻ ഇന്ന് ഇന്ത്യയിൽ ആർക്കും നടക്കുന്ന ഒരു കോടതിക്കോ അല്ലെങ്കിൽ ഒരു പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തലപ്പത്തിരിക്കുന്നവർക്കോ ആർക്കും സാധിക്കത്തില്ല. നല്ല രീതിയിലാണ് ഞാൻ ഈ പറഞ്ഞത്. കാരണം എവിടെ നീതി കിട്ടുന്നു? പാവങ്ങൾ പട്ടിണി കൂട്ടിൽ കിടക്കുന്നു. അവിടെ പറയുന്നു അതിദാരിദ്ര്യം മാറ്റിയെന്ന്. ആരുടെ? എവിടുത്തെ? രാജാവ് സുഭിക്ഷനായിരിക്കുമ്പോൾ പ്രജകളും സുഭിക്ഷമായി ജീവിക്കുന്നു എന്നാണ് ചിന്തിക്കുന്നത്. എന്നാൽ ഇവനൊക്കെ ഈ തെക്ക് മുതൽ വടക്ക് വരെ, വടക്ക് മുതൽ തെക്ക് വരെ വലിയ എയർ കണ്ടീഷൻ ആലിബാബ 40 കള്ളന്മാരും കൂടെ യാത്ര ചെയ്ത് എന്ത് കണ്ടു? നിങ്ങൾ ആ ഏത് പൊതുജനങ്ങളുടെ നടുവിൽ നിങ്ങൾ ഇറങ്ങി നടന്നിട്ടുണ്ടോ? വഴി നിൽക്കാനൊക്കത്തില്ല. എന്തൊക്കെ പോകുമ്പോഴേ പോലീസ് അടിച്ചോടിക്കുമല്ലോ. ഇതാണോ നിങ്ങളുടെ ജനസേവനം? പോട്ടെ, എല്ലാം നടക്കട്ടെ. ഇതെല്ലാം ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം. കേരളത്തിലെ അല്ല, ഇന്ത്യയിലെ രാഷ്ട്രീയക്കാരോടും മതങ്ങളോടും മതനേതാക്കന്മാരോടും എനിക്ക് പറയാനൊരു കാര്യമുള്ളൂ. ഇന്നല്ലെങ്കിൽ നാളെ ഒരു ദിവസം നിങ്ങൾ ചെയ്ത നന്മയോ തിന്മയോ ഫലം നിങ്ങൾ
ഈ ലോകത്തിൽ തന്നെ അനുഭവിക്കും. അത് പറഞ്ഞിട്ടുണ്ട്, ആനപ്പുറത്തിരിക്കുമ്പോൾ പട്ടി കടിക്കത്തില്ല, പട്ടി ഒരു ദിവസം താഴെ ഇറങ്ങും. അന്ന് പട്ടിയെ നീ പേടിക്കും എന്ന് പറഞ്ഞ പോലെ നിങ്ങളൊന്നും ചിന്തിക്കണ്ട. ഞാൻ കൊട്ടാരത്തിലായിരിക്കുന്ന, എനിക്ക് 4 ചുറ്റും സുരക്ഷിതമായി വലയം കൊടുക്കാൻ ആൾക്കാരുണ്ട്. ഇവരൊക്കെ മാറും ഒരു ദിവസം, മനസ്സിലാക്കിക്കോ. മതമേലധ്യക്ഷന്മാരും മതത്തിൻ്റെ തലപ്പത്തിരിക്കുന്നവരും എല്ലാം ചിന്തിച്ചു. മനുഷ്യരുടെ പ്രാക്ക്, പട്ടിണി കിടക്കുന്നവൻ്റെ പ്രാക്ക്. ഒരു ദൈവവും ഒരു മതത്തിൻ്റെ ദൈവം പറഞ്ഞില്ല സഹോദരൻ്റെ പട്ടിണി കിടണമെന്ന്. നീ പട്ടിണി കിടക്കുന്നതിനെ കണ്ടാൽ അവന് ഒരു നേരത്തെ ആഹാരം കൊടുക്കണമെന്ന് പറഞ്ഞ് ഏതവനാ ചെയ്യുന്നത്? ഒരു കാലത്ത് ഞാൻ ശബരിമല പോയപ്പോൾ ശബരിമല നടന്നു കയറി, ഞാൻ അതിനെക്കുറിച്ചൊന്നും ചെയ്തതാണ്. അവിടെ നടന്ന് കയറുമ്പോൾ, ആ കയറ്റം കയറുമ്പോൾ ഇടത്ത് വശത്തായിട്ട് ചെറിയ കുടിലുകൾ, വാടക്കടയിലെ കുടിലുകൾ. അതിനകത്തൊരു ബെഞ്ച് കാണും, ഒരടുപ്പിൽ കഞ്ഞി വേവുന്നുണ്ടാവും, അതിനകത്ത് ചേർക്കാനുള്ള കറി ഉണ്ടായിരിക്കും. വേണ്ടുന്നവർ അവിടെ ചെന്ന് പൈസ കൊടുത്ത് മേടിച്ച് കുടിച്ചു പോകും. ഇന്നത്തെ സ്ഥിതി എന്താണെന്ന് എനിക്കില്ല. ഇന്ന് എല്ലാം ആഡംബരമായി മാറിയിരിക്കുന്നു. ശബരിമല മാത്രമല്ല, ഞാൻ നിങ്ങളോട് പറയാം, പരുമലപ്പള്ളി പരിശുദ്ധമായ സ്ഥലം. പരുമലപ്പള്ളി പള്ളി എന്ന് പറഞ്ഞാൽ, പഴയ പള്ളി എന്ന് പറഞ്ഞാൽ പരുമലത്തിന് വേണ്ടി സ്ഥാപിച്ച പള്ളി. എന്ത് ശാന്തവും എന്ത് സമാധാനം കിട്ടുന്ന ഒരു അന്തരീക്ഷമായിരുന്നു അവിടെ. അവിടെ വലിയ വലിയ ആർക്കിടെക്റ്റിനെ കൊണ്ടുവന്ന് 5-8 സ്പീക്കറ് ഒന്നിനു മേളിൽ ഒന്ന് വെച്ച് മുഴക്കി കേൾപ്പിക്കുക. കാരണം പരുമലത്തിന് വേണ്ടി അവിടെ ഇരിക്കാൻ പാടില്ല, സ്വസ്ഥമായിട്ട് പരുമലത്തിന് വേണ്ടി അവിടുന്ന് പൊക്കോണം. കാരണം അവിടെ നടക്കുന്ന പുരോഹിത വർഗത്തിൻ്റെ കള്ളവും കാപട്യം തിരുവേനി കാണാൻ അവിടെ ഇരിക്കരുത്. അതുകൊണ്ട് ഇതൊക്കെ ഇന്ന് നടക്കുന്നത്. ഇതിനെല്ലാം അന്ത്യമുണ്ടാകും. ഇന്ന് മതങ്ങളും രാഷ്ട്രീയക്കാരും എല്ലാം ന്യായീകരണ തൊഴിലാളികളെ വച്ചിരിക്കുക. ഇന്നൊരു പെങ്കൊച്ച് പറയുന്നത് കേട്ടു, രാഹുൽ ഗാന്ധി എത്ര നല്ല മനുഷ്യനാണ്. അത് ആ ചരിത്രം ഈ കൊച്ച് ഇതിനു മുമ്പ് ഈ കൊച്ചിനെങ്ങനെ മനസ്സിലായി രാജീവ് ഗാന്ധി നല്ല മനുഷ്യനാണെന്ന്? ഒന്ന് പറഞ്ഞു തന്നാട്ടെ. രാജീവ് ഗാന്ധിയെക്കുറിച്ച് എന്തെല്ലാം കാര്യങ്ങൾ പുറത്ത് പേപ്പറിൽ വന്നിട്ടുണ്ട്, ന്യൂസ് ചാനൽ വന്നിട്ടുണ്ട്, ABC പറഞ്ഞിട്ടുണ്ട്. അതൊന്നും നീ കണ്ടു കാണത്തില്ല. അല്ലെങ്കിൽ ഞാൻ പറയാം, രാജീവ് ഗാന്ധി കേരളത്തിൽ ഒരിക്കൽ വന്നു ഒരു പെണ്ണുമായിട്ട്. അവന് കാവൽ നിൽക്കുന്ന ആരാ? പോലീസുകാർ. അവൻ്റെ ബെഡ്റൂമിൽ പെങ്കൊച്ചുമായിട്ട് അവൻ ഇവിടെ മാത്രമല്ല ആൻഡമാൻ വരെ കറങ്ങി. ഇതൊരു സാധാരണ മനുഷ്യനാണെങ്കിൽ അവൻ ജയിലിലിരുന്നേനെ. അവൻ്റെ ഭാര്യയെ കൊണ്ട് ഒട്ടി റൂം എടുത്താൽ അന്വേഷണം 100. അവൻ്റെ സഹോദരിയാണോ അമ്മയാണോ അന്വേഷിക്കത്തില്ല. പോലീസിനെ ഉടനെ വിളിക്കും സംശയം തോന്നിയാൽ. ഇത് അവന് കാവൽ നിൽക്കുന്നു. ഇത് ഞാൻ പോയി കണ്ടതല്ല, പേപ്പറിൽ വന്ന കാര്യമാണ്. നിങ്ങൾ രാജീവ് ഗാന്ധി എല്ലാ രാഷ്ട്രീയ നേതാക്കളും നല്ലതാണ്. ഒരു കൂട്ടരെ ഗുണ്ടാത്തലവന്മാരെ പാർട്ടിയിലേക്ക് കൊണ്ടുവരുന്നു, അവരുടെ കേസുകളെല്ലാം ഇല്ലാതാക്കുന്നു. ഒരു കൂട്ടർ അവിടെ നിന്ന് ചണ്ട ഉണ്ടാക്കാനുള്ള എല്ലാ വഴികളും ഉണ്ടാക്കുന്നു. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അത് ഒരു കാര്യം, മനുഷ്യരെ ഭിന്നിപ്പിച്ച് ഭരിക്കുക. പൊതുജനങ്ങളെ ഒരു കൂട്ടം കൂടാൻ സമ്മതിക്കത്തില്ല, ഒന്നായി നിൽക്കാൻ സമ്മതിക്കത്തില്ല. അവരെ ഡിവൈഡ് ചെയ്യുക ഈ രാഷ്ട്രീയക്കാർ. അവരുടെ പൊതു അജണ്ടയാണത്. എന്തുകൊണ്ട്? പൊതുജനം ഒന്നിച്ചു കൂടിയാൽ അവർ പലതും ചോദിക്കും, അവരെ നേരിടാൻ ആർക്കും സാധിക്കത്തില്ല. പാവം പിടിച്ച മിലിറ്ററിക്കാരൻ, എയർഫോഴ്സുകാരൻ, നേവിക്കാരൻ, അവൻ 15 വർഷം ജീവൻ കൊടുത്ത് രാജ്യത്തിന് വേണ്ടി
ജീവിക്കുമ്പോൾ സേവനം ചെയ്തു കഴിഞ്ഞാലേ അവന് പെൻഷൻ കിട്ടത്തുള്ളൂ. കേരളത്തിലെ തലയ്ക്ക് പിറക്കാത്ത രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഹിജറകളായ അവരുടെ 10-25 പേർക്ക് 2.5 വർഷം കഴിയുമ്പോൾ ആജീവനാന്തം പെൻഷൻ. അത് കഴിഞ്ഞാൽ പിന്നെയും അവരെ 25 പേരെ സെലക്ട് ചെയ്യുക, അവർക്കും ആജീവനാന്തം പെൻഷൻ. ഇതൊക്കെ ഏത് ലോകത്ത് എവിടെയുണ്ട്? ഞാൻ കൂടുതൽ പറയുന്നില്ല. കേരളവും നല്ലത്, കേന്ദ്രവും നല്ലത്. നിങ്ങളെല്ലാം നമ്മളെ പൊതുജനങ്ങളോടേക്ക് പറയാനുള്ളത്, നിങ്ങൾ കണ്ട് മനസ്സിലാക്കുക, മനസ്സിലാക്കി ഊറുകിക്കൂടി തല പോയാൽ വിളിച്ചു പറയേണ്ട സത്യം വിളിച്ചു പറയണം. മരിക്കേണ്ടി വരും, മരിച്ചോട്ടെ. എന്തിനാ ഈ പിച്ചക്കാശ് കൊണ്ട് ജീവിക്കുന്ന ഇവർ തരുന്ന പിച്ചച്ചട്ടിയിൽ കാശിടുന്ന പോലെ തരുന്നതുകൊണ്ട് നമ്മൾ ജീവിക്കേണ്ട ആവശ്യമുണ്ട്. നമ്മുടെ അവകാശങ്ങൾ നമുക്ക് നേടിയെടുക്കണമെങ്കിൽ സത്യമായിട്ട് സത്യം പറഞ്ഞ് മുന്നോട്ട് പോകണം. തലയർത്തുന്നിരിക്കും പോട്ടെ. ഇവിടെ ഇത്രയും നാള് ഒരു അടിമയായി ജീവിച്ചിട്ട് എന്തോ എടുക്കാനാ? എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. നിങ്ങൾ പൊതുജനങ്ങൾ, എന്നെപ്പോലുള്ള പൊതുജനങ്ങൾ, വിശ്വാസികളായും ഏത് കൂട്ടത്തിലാണെങ്കിലും ഏത് രാഷ്ട്രീയ പാർട്ടിയിലാണെങ്കിലും നിങ്ങളൊന്ന് ചിന്തിച്ചോ. ഇന്ന് ശബരിമല സ്വർണം കട്ടതിൻ്റെ പേരിൽ എത്ര പേരകത്ത് പോയി? CPI എന്താ പറഞ്ഞു? ഞങ്ങൾക്കറിയത്തില്ല. CPIൻ്റെ അടുത്ത ആൾക്കാർ ഇതാണ്. നാളെ നിങ്ങളെയും അവർ കൈവിടും. എല്ലാ രാഷ്ട്രീയക്കാരും അതുതന്നെ. അവരവരുടെ പോക്കറ്റ് നിറച്ച് വേറെ ഏത് സംഭവം നടന്നാലും അവർ കണ്ടില്ല കേട്ടില്ല എന്ന് പറയുക. അത് തന്നെ മതത്തിൻ്റെ കാര്യവും. ഇപ്പോൾ ഓർത്തഡോക്സ് സഭ കൊലപാതക കേസിലെ 1-ാം പ്രതി ഓരോ വിധത്തിൽ ഓരോ സൈഡിൽ നിന്ന് സ്വരുകൂട്ടി തൻ്റെ കയ്യിലാക്കുക. അതിന് കൊലക്കേസിലെ 2-ാം പ്രതി കള്ള ഊലിയോസ്, അവൻ ഇപ്പോൾ ട്രിവാൻഡ്രത്ത്, കേരളം ട്രിവാൻഡ്രം എന്ന് പറഞ്ഞ ഭദ്രാസനം എന്ന് പറഞ്ഞാൽ ഏറ്റവും വരുമാനം കൂടിയ ഒരു ഭദ്രാസനമാണ്. അതും കാതോലിക്കയുടെ കയ്യിലോട്ട് കൊണ്ടുവന്ന് പരമന മുഴുവൻ കാശും കാതോലിക്കയുടെ കയ്യിലാണ് പോകുന്നത്. ഇപ്പം കാതോലിക്കയുടെ വേറൊരു സ്വീകരിയെ ഒരിടത്ത് വിട്ടിട്ടുണ്ട്. അവിടെയും വരുമാനം കുറവുള്ള ഒരു ഇടവകയല്ല. അവിടുത്തെ ന്യൂസ് പിടിച്ച് അവിടെ കൂടെ അവൻ്റെ കീഴിൽ കൊണ്ടുവരാനായിട്ട്, അത് ഞാൻ നേരത്തെ പറഞ്ഞു. അതുപോലെ സംഭവിക്കാനിരിക്കുന്നത് നേരത്തെ പറയുന്നേ ഉള്ളൂ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടാകട്ടെ. മനുഷ്യരെ, പൊതുജനങ്ങളെ, സഹോദരികളെ നിങ്ങൾ കണ്ടും കേട്ടും ചിന്തിച്ചും മനസ്സിലാക്കിയും സത്യത്തിൽ മുന്നോട്ട് നീങ്ങുക. തിന്മയ്ക്ക് കൂട്ടുനിന്നാൽ നിങ്ങൾക്ക് ഒരുപാട് ഔദാര്യങ്ങളും നന്മയും കിട്ടും. അത് അല്പകാലത്തേക്കേ ഉള്ളൂ, അത് നിലനിൽക്കത്തില്ല എന്ന് മനസ്സിലാക്കിക്കോ.